കിബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനെതിരെ നിലപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുപ്പിക്കുന്നുവെന്ന വാർത്ത കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഡോക്ടർ തോമസ് ഐസക്കിനെതിരായ തെളിവുകൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. മുദ്രവെച്ച കവറിലായിരിക്കും തെളിവുകൾ ഹാജരാക്കുക. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ വിവരങ്ങൾ. ഈ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി 8-ലധികം സമൻസുകൾ ഇതിനോടകം തന്നെ തോമസ് ഐസക്കിന് ഇഡി നൽകി കഴിഞ്ഞു. പക്ഷേ ഒരെണ്ണത്തിൽ പോലും അദ്ദേഹം ഹാജരായില്ല. നേരെ മറിച്ച് നിയമ പോരാട്ടം നടത്തുകയാണ്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ച ഒരു ചോദ്യം, എന്ത് തെളിവാണ് നിങ്ങൾക്ക് തോമസ് ഐസക്കിനെതിരെ ഉള്ളത്? എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാതെ അല്ലെങ്കിൽ അത് കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ എതിരെ തുടർ നടപടികൾ സാധ്യമല്ല എന്ന തരത്തിലൊരു പരാമർശം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു. അതിനാണ് ഇന്നിപ്പോൾ ഇ ഡി മറുപടി നൽകാൻ പോകുന്നത്. ഇ ഡി സീൽഡ് കവറിൽ തെളിവുകൾ ഹാജരാക്കും എന്നവർ വ്യക്തമാക്കുന്നു. ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ അന്വേഷണവും അതിൽ നിന്നും കിട്ടിയ തെളിവുകളും രേഖകളും തോമസ് ഐസക്കിനെതിരെ ഇന്ന് ഹൈക്കോടതി മുൻപാകെ എത്തും. ഇ ഡി അത് സീൽഡ് കവറിൽ ഹാജരാക്കും. തുടർന്ന് വീണ്ടും നോട്ടീസ് നൽകി അദ്ദേഹത്തെ വിളിപ്പിക്കാനാണ് ഇ ഡിയുടെ തീരുമാനം. അതായത് തോമസ് ഐസക്കിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തും വെറുതെ വിടാൻ ഇ ഡി ഉദ്ദേശിക്കുന്നില്ല. താങ്ക് യു ശ്രീകാന്ത്.